പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കോളേജിലും ഷാക്കിർ എല്ലാവരുടെയും പ്രശംസ നേടി. ഓരോ പരീക്ഷയിലും ഉന്നത വിജയം. ആഹ്ലാദകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഷാക്കിറിൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോഴൊന്നും അവന് ആഹ്ലാദിക്കാൻ കഴിഞ്ഞില്ല. ബാപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ദുഃഖം തളം കിട്ടുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാപ്പ അവനെ ടൗണിലേക്ക് വിളിച്ചതാണ് തൊഴിലെടുക്കാൻ. 5ാം ക്ലാസ് കഴിഞ്ഞോട്ടെ എന്ന് ഉമ്മ പറഞ്ഞു. ബാപ്പ എതിർത്തില്ല. 6ാം ക്ലാസ്സിലെത്തിയിട്ടും ഷാക്കിർ ബാപ്പയുടെ കൂടെ പോയില്ല. എന്തുകൊണ്ടോ ബാപ്പ ബലപ്രയോഗത്തിന് മുതിർന്നില്ല. ശാരീരിക പീഡനത്തിനു പകരം മാനസിക പീഡനം തുടങ്ങി. മകനെ പറ്റെ അവഗണിക്കുക, ഒരു പൈസ കൊടുക്കാതിരിക്കുക, ഗതികെടുമ്പോൾ അവൻ കൂടെ വരും. അതായിരുന്നു ബാപ്പയുടെ മനോഗതി. ബാപ്പ തൻ്റെ എതിരാളിയായി മകനെ കണ്ടു. ഷാക്കിറിനെ കാണുമ്പോൾ ശത്രുവിനെ കണ്ടതുപോലെ മുഖം തിരിക്കും. ബാപ്പ തന്നോട് ശത്രുത വെച്ചു പുലർത്തുന്നതായി ഷാക്കിർ വേദനയോടെ മനസ്സിലാക്കി. ബാപ്പ മകനെ തോൽപ്പിക്കാൻ നോക്കി. മകൻ തന്നെ തോൽപ്പിക്കുന്നതായി ബാപ്പക്ക് തോന്നി. അതോടെ ശത്രുത ശക്തമായി. വീട്ടിൽ വന്നാൽ ബാപ്പയ്ക്ക് ശബ്ദമില്ല, അനക്കമില്ല. ഷാക്കിറിനെപ്പറ്റി ഒരക്ഷരം ചോദിക്കില്ല. ഷാക്കിറിന് ബാപ്പയുമായി അടുക്കാൻ ഒരു വഴിയുമില്ല. റെയിൽപ്പാളം പോലെയായി അവരുടെ ജീവിതങ്ങൾ. സമാന്തരമായി നീളുന്ന 2 ജീവിതം. SSLC പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയപ്പോൾ നാടാകെ ആഹ്ലാദിച്ചു. തൻ്റെ പരാജയത്തിൽ നാടാകെ ആഹ്ലാദിക്കുന്നതായിട്ടാണ് ബാപ്പക്ക് തോന്നിയത്. നമ്മുടെ മോൻ ജയിച്ചു, എല്ലാവർക്കും വലിയ സന്തോഷം. നമ്മ ഒരിക്കൽ ബാപ്പയോട് പറഞ്ഞു. നീയും സന്തോഷിച്ചു, ബാപ്പയെ തോൽപ്പിച്ച സന്തോഷത്തിൽ നീയും ചേർന്നോടി. നിങ്ങളെന്താണ് ഈ പറയുന്നത്? ആഹാ, നിനക്ക് മനസ്സിലായില്ലടി. ഓൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റു എന്നർത്ഥം. എന്നെ തോൽപ്പിച്ചുവെന്ന് അഹങ്കാരത്തിലാണ് അവൻ. അവൻ്റെ മുമ്പിൽ തോൽക്കില്ല. അവൻ്റെ മുമ്പിൽ തോൽക്കുന്നതിലും ഭേദം മരണമാണടി. ഉമ്മ നാവടക്കി. പിന്നീടൊന്നും ചോദിച്ചില്ല. മകൻ കോളേജിൽ ചേർന്നു എന്നറിഞ്ഞപ്പോൾ ശത്രുത കൂടി. ചെറുപ്പത്തിൽ തല്ലി വളർത്തേണ്ടതായിരുന്നു. അന്നത് ചെയ്തില്ല. ഇന്നവൻ വളർന്നു വലുതായി. ബാപ്പയെന്ന് പറഞ്ഞാൽ അവന് നിസാരം. ഈ പഠിപ്പ് കൊണ്ടൊന്നും കാര്യമില്ലടാ. കോളേജിൽ പഠിച്ചവരൊക്കെ തെണ്ടി നടക്കുന്നു. നീയൊക്കെ പഠിച്ചിട്ട് എവിടെയെത്താൻ? കുട്യാലിയുടെ മനസ്സിൽ പക വളർന്നു വന്നു. ഓരോ വാർത്തയും അയാളെ കൂടുതൽ രോഷാകുലനാക്കി. മകൻ പ്രീ ഡിഗ്രി പരീക്ഷയിലും ഉന്നത വിജയം നേടി. വീട്ടിൽ അതേക്കുറിച്ചൊരു ചർച്ചയുമില്ല. ഷാക്കിർ മെഡിക്കൽ എൻട്രൻസിന് പരീക്ഷ എഴുതി. അതിലും ഉന്നത വിജയം. മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടി. ഷാക്കിർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായി. അതോടെ താമസം ഹോസ്റ്റലിലായി. അവൻ മുദരിസിനെ കാണാൻ ചെന്നു. സലാം ചൊല്ലി. ഷാക്കിർ ദുഃഖത്തോടെ ഇങ്ങനെ അറിയിച്ചു. ഓതിക്കൊണ്ടിരുന്ന കിതാബുകൾ പൂർത്തിയാക്കാനായില്ല. എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. സാരമില്ല ഷാക്കിർ, നീ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടിയാൽ ഓതി പൂർത്തിയാക്കാം. നീ അങ്ങോട്ട് ഹോസ്റ്റലിലാണ് താമസം. വളരെയേറെ പഠിക്കാനുണ്ട്. താമസിച്ചു പഠിച്ചോളൂ. ഓതിപ്പഠിച്ചതൊന്നും മറക്കരുത്. ഇടയ്ക്കൊക്കെ കിതാബുകൾ നോക്കണം. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇൻഷാ അല്ലാ. ഉസ്താദിൻ്റെ കൈമുത്തി യാത്ര പറഞ്ഞപ്പോൾ ഷാക്കിർ കരഞ്ഞുപോയി. ശരീക്കന്മാരെ പിരിയുന്നതാണ് വലിയ ദുഃഖം. തങ്ങളോടൊപ്പം ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഒന്നിച്ച് ഓതിപ്പടിച്ചു വെള്ളിയാഴ്ച വാളിന് പോയും കഴിഞ്ഞ ഷാക്കിർ ഇതാ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോകുന്നു. ദുആവസിയത്തോടെ സലാം ചൊല്ലി ഷാക്കിർ നടന്നകന്നപ്പോൾ എല്ലാ നയങ്ങളും നനഞ്ഞുപോയി. ഇനി എന്തെങ്കിലും ഷാക്കിർ തങ്ങളോടൊപ്പം കിതാബ് ഓതാൻ വരുമോ? ഹസൻ ഉസ്താദിനെ കാണണം. മദ്രസയിലേക്ക് ചെല്ലാൻ ഒരു മടി. എല്ലാവരും ശ്രദ്ധിക്കും. ഒരു കാഴ്ചവസ്തുവിനെ പോലെ തന്നെ എല്ലാവരും നോക്കും. പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഉസ്താദാണെങ്കിൽ വലിയ ഒരാളോടെന്ന പോലെയാണ് തന്നോട് പെരുമാറുന്നത്. അത് മനസ്സിനെ വേദനിപ്പിക്കുന്നു. എടാ ഷാക്കിറെ, എവിടെ പാടാ എന്ന പഴയ വിളി കേൾക്കാൻ കൊതി തോന്നുന്നു. ഇനി ഒരിക്കലും ആ വിളി കേൾക്കാനാവില്ലല്ലോ. മനുഷ്യരെല്ലാം തന്നിൽ നിന്ന് അകലുകയാണോ? വലുതേ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. കുട്ടിപ്രായം തന്നെ കൊള്ളാം. ഓടിച്ചാടി നടക്കാൻ സ്വതന്ത്രമുള്ള പ്രായം. അത് കൈവിട്ടു പോയില്ലേ? ഹസൻ ഉസ്താദിനെ കണ്ടോ? തന്നെ കണ്ടപ്പോൾ ഉസ്താദ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു.
അത് കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വിഷമിച്ചു. ഹോസ്റ്റൽ കിട്ടിയോ? ഉസ്താദിൻ്റെ ആദ്യത്തെ ചോദ്യം. സ്കോളർഷിപ്പ് ശരിയായോ? ഉടനെ ശരിയാവും, ഷാക്കിറിൻ്റെ മറുപടി. തുക എത്ര വരും? ഷാക്കിർ തുക പറഞ്ഞു. ചെലവിന് തികയുമോ? ഏതാണ്ട് തികയുമെന്ന് തോന്നുന്നു. ഹസൻ ഉസ്താദ് തല താഴ്ത്തി. ഉസ്താദ് എന്താണിങ്ങനെയൊക്കെ ചോദിച്ചത്? ഇതുവരെ ചെലവിൻ്റെ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. കുറച്ച് പണം ഇവിടെയുണ്ട്, കയ്യിൽ വെച്ചോളൂ. ഹസൻ ഉസ്താദ് മേശ തുറന്നു. ഒരു കവർ ഷാക്കിറിന് നൽകി. കുറച്ചേ ഉള്ളൂ, 2000. ഉസ്താദിൻ്റെ വാക്കുകളിൽ ദുഃഖത്തിൻ്റെ നനവ്. എങ്ങനെ കാരണം ചോദിക്കും? എൻ്റെ സംസാരം ഷാക്കിറിനെ സങ്കടപ്പെടുത്തിയോ? ഷാക്കിർ അതിശയത്തോടെ ഉസ്താദിൻ്റെ മുഖത്ത് നോക്കി. നീ വിഷമിക്കേണ്ട, നമുക്ക് വേണ്ടത് ചെയ്യാം. എന്താ ഉസ്താദെ? നിനക്ക് സാമ്പത്തിക സഹായം തന്നുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ് മക്കളെ ഏൽപ്പിച്ചു. അവരുടെ പിടിപ്പുകേട് കാരണം ബിസിനസ് പൊട്ടി. എൻ്റെ റബ്ബ്, സമാധാനമായിരിക്കൂ, എല്ലാം നേരെയാകും. എങ്ങനെ? നീ വിഷമിക്കേണ്ട, ബിസിനസ് നേരെയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഷാക്കിർ നെടുവീർപ്പിട്ടു. മെഡിക്കൽ കോളേജിൽ ചേർന്ന കാര്യം ഇതുവരെ ബാപ്പയോട് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഷാക്കിർ അതോർത്ത് വിഷമിക്കേണ്ട. പഠിച്ചു വളർന്ന് നല്ല ഡോക്ടറായി വരണം. അപ്പോൾ ബാപ്പയ്ക്ക് നിന്നെ വേണ്ടി വരും. അതുവരെ ക്ഷമിക്ക്. എൻ്റെ സ്കോളർഷിപ്പ് ശരിയായാൽ പ്രധാന ചെലവുകൾ അത് മതിയാവും. ബാക്കി കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാം. സലീം മോൻ ഉസ്താദിൻ്റെ ക്ലാസ്സിലാണ്. അവനെങ്ങനെ പഠിക്കുമോ? സലീം മിടുക്കനാണല്ലോ, നന്നായി പഠിക്കും. ഉസ്താദിനോട് സലാം പറഞ്ഞു മടങ്ങി. നേരെ വീട്ടിൽ ചെന്നു. ഉടനെ യാത്രയാണ്. വസ്ത്രങ്ങളും പുസ്തകങ്ങളുമൊക്കെ ബാഗിൽ നിറച്ചു. ഉമ്മ കൊടുത്ത കട്ടൻ ചായ വലിച്ചു കുടിച്ചു. പാപ്പയോട് ഒരു വാക്ക് പറയാൻ കഴിയാതെ ഞാൻ പോവുകയാണുമ്മ. അതെന്തൊരു മനുഷ്യനാണ് മോനെ, നിന്നെപ്പറ്റി ഒരക്ഷരം ചോദിക്കില്ല. പറയാൻ എനിക്കൊട്ട് ധൈര്യവുമില്ല. മോൻ പോയിക്കൊള്ളൂ. ഷാക്കിർ ബാഗും തൂക്കി നടന്നുപോയി. ഉമ്മ നോക്കി നിന്നു. മോൻ്റെ കണ്ണിൽ നിന്നു മറഞ്ഞപ്പോൾ ഉമ്മ അറിയാതെ തേങ്ങിപ്പോയി. ആദ്യം കിട്ടിയ ബസ്സിൽ ഷാക്കിർ തള്ളിക്കയറി. ബസ് കുതിച്ചു പാഞ്ഞു. ഹോസ്റ്റലിലെത്തിയപ്പോൾ രാത്രിയായി. ഭാരം കൂടിയ മനസ്സുമായി ഷാക്കിർ കസേരയിലിരുന്നു.